സംസ്ഥാനത്ത് കൊറോണ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവ്. 128 പേർക്ക് കൂടിയാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഒരു മരണം കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് കൊറോണ രോഗികളുടെ എണ്ണം 3128ആയി. രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ പകുതിയിലധികവും കേരളത്തിലാണ് എന്നതുമാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ടിറ്റു ഉണ്ട്. ടിറ്റു, ഈ നേരത്തെയും രാജ്യത്തെ പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊറോണയുടെ കണക്കിൽ കേരളമായിരുന്നു ഒരുപാട് മുൻപിലേക്ക് പോയത്. പലപ്പോഴും കണക്കുകൾ പുറത്തുവിടാതെ പോലും സംസ്ഥാന സർക്കാർ ചില കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിരുന്നു. നിലവിലിപ്പോൾ പുതിയ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കേരളത്തിൽ തന്നെയാണ് ഏറ്റവും ഉയർന്ന റിപ്പോർട്ട് വരുന്നത്. എന്താണ് നിലവിലൊരു സാഹചര്യം? രാജ്യത്താകെ 312 കൊറോണ കേസുകൾ സ്ഥിരീകരിക്കുമ്പോൾ സംസ്ഥാനത്ത് കേരളത്തിലാണ് അതിൽ പകുതിയും കേസുകൾ ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ കണക്കെടുക്കുമ്പോൾ ഒരു ദിവസം തന്നെ 128 പേർക്ക് കൊറോണ സ്ഥിരീകരിക്കുന്ന സ്ഥിതിയിലോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതോടെ സംസ്ഥാനത്ത് ആകെ ആക്റ്റീവായിട്ടുള്ള കൊറോണ കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3128ആണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 54% വർധനവാണ് രോഗം പടർന്നു പിടിക്കുന്നതിൽ കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഒരു മണിക്കൂറിൽ 4 പേർക്ക് കൊറോണ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് ഇന്ന് ഒരാൾ കൊറോണ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ രാജ്യത്ത് ആകെയുള്ള കണക്കെടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് നൽകിയിരുന്നു. രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യവും അതുപോലെ തന്നെ ഒമിക്രോൺ JN1 വകഭേദങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്ന സാഹചര്യം വിലയിരുത്തി അതിനെ നിയന്ത്രിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ മീറ്റിംഗുകൾ കൂടുകയും അതിൽ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ അതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുക്കുമ്പോൾ 5 ദിവസം 200 എന്ന കണക്കിൽ നിന്നും ഒരു ദിവസം 128 എന്ന വലിയ കണക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വരുന്ന 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് ഏതാണ്ട് 4000 പേരിലേക്ക് ഈ കൊറോണ വകഭേദങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗം നിയന്ത്രിക്കുന്നതിൽ ആരോഗ്യ വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വർദ്ധിക്കുന്ന കൊറോണ കണക്കുകൾ കണക്കിലെടുത്ത് എന്തെങ്കിലും നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചന ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ? അത്തരത്തിലുള്ള സൂചനകളൊന്നും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ആരോഗ്യ വകുപ്പ് മാസ്കുകൾ മുൻകരുതലായി സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശം നൽകി. പക്ഷെ മാസ്ക് നിർബന്ധമാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലെ നിയന്ത്രണം, അത്തരത്തിലുള്ള പൊതു ഇടങ്ങളിലെ നിയന്ത്രണം അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെടുന്ന ആശുപത്രികൾ, CHSകൾ അവിടെയൊക്കെ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഒരു വലിയ ആൾക്കൂട്ടം കൂടുന്നിടത്തുള്ള ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ രോഗം കൂടുതൽ പടർന്നു പിടിക്കാൻ സാഹചര്യമുള്ള സ്ഥലത്തേക്ക് ഒരു സമ്മിശ്രമായിട്ടുള്ള ശുചീകരണമോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്കൊന്നും ആരോഗ്യ വകുപ്പ് ഇതുവരെ പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ഓൺലൈൻ മീറ്റിംഗ് കൂടി ഇത്തരത്തിൽ മാസ്കുകൾ കരുതിയിരുന്നാൽ നന്നായിരിക്കും എന്നൊരു അത്തരത്തിലുള്ള നിർദ്ദേശത്തിലല്ലാതെ മറ്റു നിയന്ത്രണങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ രോഗത്തെ പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പടർന്ന് പിടിക്കാതിരിക്കാനുള്ള ഒരു നിയന്ത്രണങ്ങളിലേക്കൊന്നും ആരോഗ്യ വകുപ്പ് പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 4000 പേരിലേക്ക് അല്ലെങ്കിൽ ഒരു 4000 എന്നൊരു പീക്ക് വാല്യൂ കണക്കിലേക്ക് ഈ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ എത്താം. അതിനിടയിൽ ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കണക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ JN1 വേരിയന്റ് പടർന്നു പിടിക്കുന്ന സാഹചര്യം പിടിച്ചു കെട്ടാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു നിയന്ത്രിക്കാനുള്ള ഒരു പരിപാടികളിലേക്ക് ആരോഗ്യ വകുപ്പ് ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല അല്ലെങ്കിൽ ഇറങ്ങി ചെന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ വിഷയങ്ങളിൽ കൂടുതൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇടപെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള കിടക്കകൾ, ഐസൊലേഷനുകൾ, അതോടൊപ്പം തന്നെ ക്വാറന്റൈൻ തുടങ്ങിയ സംവിധാനങ്ങൾ കുറച്ചുകൂടി കർശനവും അതോടൊപ്പം തന്നെ ജാഗ്രത ഉള്ളതാക്കി മാറ്റണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇനി ഒരുപക്ഷെ നമുക്ക് ഈ കൊറോണ എന്ന മഹാമാരി അല്ലെങ്കിൽ ഇത്തരത്തിൽ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു മഹാമാരിയെ പിടിച്ചു കെട്ടാൻ സാധിക്കൂ എന്ന് വേണം മനസ്സിലാക്കാൻ.